നമസ്കാരം. കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചിന്താ ജെറോം വിശേഷിപ്പിച്ച സമാദരണീയനായ CPM MLA മുകേഷിന്റെ രാജിക്കിനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. പെണ്ണ് വിഷയത്തിൽ മുകേഷ് രാജിവെക്കേണ്ടി വരുമ്പോൾ അടുത്തതായി ചിന്താ ജെറോമിനെ കൊല്ലത്ത് പരീക്ഷിക്കുകയെന്ന സാധ്യതയാണ് CPM-ന് മുന്നിലുള്ളതത്രേ. ആരോപണത്തിന്റെ പേരിൽ മുകേഷ് രാജിവെക്കേണ്ടെന്ന CPM നിലപാട് സ്വീകരിച്ചെങ്കിലും ഓരോ മണിക്കൂറിലും പീഡന കഥകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ മുകേഷ് പാർട്ടിക്ക് ബാധ്യതയായി മാറുകയാണ്. മുകേഷിനെതിരെ കേരളം ഞെട്ടുന്ന പീഡന ദുരനുഭവങ്ങളുമായി കേരളത്തിലെ മുൻനിര നടികൾ ഉടൻ പുറത്തുവരുമെന്നിരിക്കെ മുകേഷിനെ ചുമന്നാൽ CPM നാറിക്കുളമാകുമെന്ന സാഹചര്യമാണ്. മാത്രവുമല്ല, മുകേഷിനെതിരെ വ്യക്തമായ തെളിവുകളോടെ നടിമാർ പുറത്തു വരുന്നതിന് മുൻപ് മുകേഷിനെ നാടുകടത്തുകയെ CPM-ന് രക്ഷയുള്ളൂ. മുകേഷിന്റെ മുൻ ഭാര്യമാരും ഒട്ടും വൈകാതെ മുകേഷിനെതിരെ രംഗത്ത് വരികയും ഭർതൃപീഡനത്തിന്റെ അനേകായിരം കഥകൾ പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ CPM ഒരിക്കൽ കൂടി നാറുമെന്ന് തീർച്ചയുമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ഉറച്ചു ശബ്ദിക്കുന്ന CPM-ലെ വനിതാ നേതാക്കൾ മുകേഷിനെ ന്യായീകരിക്കുന്ന സാഹചര്യം ഒന്നാന്തരം ഇരട്ടത്താപ്പായി ജനം തിരിച്ചറിയുന്നു. നടൻ മുകേഷിന്റെ ഇന്നലെ വരെയുള്ള ചരിത്രത്തിൽ സ്ത്രീയും പീഡനവും പ്രണയവും വിവാഹമോചനവും ഒക്കെ എന്നും വിവാദ വാർത്തകളായിരുന്നു. ഇങ്ങനെ ഒരാളെ MLA ആയി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ CPM കാണിച്ച നാണം കെട്ട ഇടപാടും നയവും കേരളം ലജ്ജയോടെ കാണുകയാണ്. MLA എന്ന നിലയിൽ മുകേഷിന്റെ അഹന്തയും ധാർഷ്ട്യവും ഏറെക്കാലമായി കൊല്ലത്തെ പൊതുസമൂഹത്തിൽ ചർച്ചയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടിയുണ്ടായതും മുകേഷിനോടുള്ള വിദ്വേഷത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു. ആരോപണം നേരിടുന്ന MLA-മാർ രാജിവെക്കുന്ന ചരിത്രം ഇല്ലെന്നാണ് CPM നിലപാട്. മുകേഷ് കോൺഗ്രസ് MLA ആയിരുന്നുവെങ്കിൽ CPM-ഉം DYFI-യും ജനാധിപത്യ മഹിളകളും പന്തം കൊളുത്തിയും ചീമുട്ടയെറിഞ്ഞും കേരളം തരിപ്പണമാക്കിയനെ. പ്രതിപക്ഷ MLA-മാർക്കെതിരെ സമാനമായ രീതിയിൽ ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരും രാജിവെച്ചിട്ടില്ലെന്നാണ് CPM-ന്റെ ചാരിത്ര പ്രസംഗം. കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് 2018 ഉയർത്തിയ ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുകേഷിനെതിരെ ഉയർന്നു വന്നത്. 6 വർഷത്തിന് ശേഷമാണോ ഇത്തരമൊരു ആരോപണമെന്നും ഇതുവരെ ടെസ് എവിടെയായിരുന്നു എന്നുമൊക്കെയാണ് CPM-ലെ മുൻനിര നാരീമണികളുടെ ന്യായീകരണം. മുകേഷിനെതിരെ അന്നുന്നയിച്ച ആരോപണത്തിൽ ടെസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നുവെന്നാണ് ടെസ് ആരോപിക്കുന്നത്. വഴങ്ങാതെ വന്നപ്പോൾ മുകേഷ് മുറിക്കടുത്തേക്ക് തന്നെ താമസം മാറ്റിയെന്നും ടെസ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് മിനു എന്ന നടി മുകേഷിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുകേഷ് തന്റെ സുഹൃത്തായ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറിയെന്ന മറ്റൊരു വെളിപ്പെടുത്തലും പുറത്തു വരികയാണ്. മുകേഷ് രാജിവെക്കണമെന്ന് BJP-യും കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലമായിരുന്നുവെങ്കിൽ മുകേഷ് തലയിൽ മുണ്ടിട്ട് മുഖവും പൊത്തി നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പ്രതിപക്ഷത്തുള്ള M. വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെ സമാനമായ രീതിയിൽ ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ രാജിവെച്ചിട്ടില്ലെന്നും ജോസ് തെറ്റയിൽ UDF-ലായിരുന്നപ്പോൾ സമാനമായ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നുവെന്നും തെറ്റയിലെന്ന MLA സ്ഥാനം രാജിവെച്ചിട്ടില്ലെന്നുമൊക്കെയാണ് CPM നിലപാട്. പീഡന വീരന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല CPM എന്നും പാർട്ടിയിലെ ഏത് ഉന്നതനെതിരെ ആരോപണം ഉണ്ടായാലും നടപടിയെടുക്കുമെന്നും പറഞ്ഞിരുന്ന കാരണഭൂതൻ പിണറായി ഒന്നും അറിയാത്ത മട്ടിൽ ഇരിപ്പായിരിക്കുന്നു. മുകേഷിനെതിരെ നടപടിയെടുക്കുമെന്ന നിലപാടാണ് CPM-ലെ തന്നെ ഒരു വിഭാഗത്തിനും CPI ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്കും. ഇടതുമുന്നണിയുടെ സ്ത്രീ സുരക്ഷാ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് MLA-ക്കെതിരെ ഉയർന്നു വരുന്നത്. ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയാൽ കേസെടുക്കേണ്ടി വരും. ഇതോടെ പ്രതിസന്ധി കടുക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇനിയും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും MLA-യുടെ ഓഫീസിലേക്കുമൊക്കെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇരയ്ക്കൊപ്പം എന്ന വാദം സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടി MLA-ക്കെതിരെ ആരോപണം വന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കി വിഷയം ലഘൂകരിക്കാനാണ് CPM-ലെ നീക്കം. നന്ദി.